ഹലോ. അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗോവയായിരുന്നു. ഗോവയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഞാൻ എക്സ്പ്ലോർ ചെയ്തു. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും ഞാൻ കവർ ചെയ്തു കണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് പോയത് ബസിലിക്കയാണ്. 1594 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1605 മെയ് മാസത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫാദർ അലക്സോ ഡി മെൻസസ് ആണ് പള്ളിയുടെ പ്രതിഷ്ഠ നടത്തിയത്. ക്രിസ്തുമതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി ഈ ലോക പൈതൃക സ്മാരകം ഉയർന്നു വന്നിട്ടുണ്ട്. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ എനിക്കിതുപോലുള്ള കാര്യങ്ങൾ അറിയാനും കാണാനും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഏകദേശം 5 മണിയോടടുത്തു ഞാനിവിടെ എത്തിയപ്പോൾ. 5 മണി വരെയാണിത് സമയമെങ്കിലും എനിക്കിതിൻ്റെ അകത്ത് കയറാനും ഇതിൻ്റെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും എനിക്ക് സാധിച്ചു. കാരണം ഇതിൻ്റെ സെക്യൂരിറ്റി ആണെങ്കിൽ പോലും കയറുന്ന സമയത്തൊന്നും പറഞ്ഞില്ല, കയറി കാണാനായിട്ട് പറ്റി. ഒത്തിരി ടൂറിസ്റ്റുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ തന്നെ ചരിത്രമുറങ്ങുന്ന വേറൊരു പള്ളിയും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറാൻ സാധിച്ചെങ്കിലും വീഡിയോസ് ഒന്നും അധികം എടുക്കാനായിട്ട് സാധിച്ചില്ല, കാരണം സമയം കഴിഞ്ഞിരുന്നു ഞാൻ എത്തിയപ്പോഴത്തേക്കും. കാലപ്പഴക്കം ചെന്ന് ഒരുപാട് പള്ളികൾ ഇവിടെ തകർന്നടിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് കമ്പി വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഗോവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബീച്ചസ് ഉണ്ട് ഇവിടെ. അതായത് സൗത്ത് ഗോവയിലും നോർത്ത് ഗോവയിലുമായിട്ട് ഒരുപാട് ബീച്ചസ് ഉണ്ട്. ബീച്ചസിൻ്റെ അകത്ത് വാട്ടർ സ്പോർട്സും ഉണ്ട്. ഉറപ്പായിട്ട് നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷിക്കാൻ പറ്റുന്ന സ്പോർട്സാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് പോയത് സൗത്ത് ഗോവയിലാണ്. ഇവിടെയുള്ള ഒരു ബീച്ചിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊരു ആർട്ടാണ്. ഈ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ആർട്ട് കാണാൻ പറ്റും. ഒരാൾ തലയിൽ തൊട്ടയായിട്ട് പോകുന്നതായിട്ടും പിന്നെ ഒരു കോഴിയുടെ ഒരു ശില്പം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബീച്ചിലാണെങ്കിൽ പോലും ഏത് സമയം പോയാലും ഇവിടെ ആളുകൾ ഉണ്ടാവാറുണ്ട് ബീച്ചിൽ. കപ്പിൾസ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് ഫാമിലീസും ഉണ്ടായിരുന്നു എല്ലാ ബീച്ചിലും. നെക്സ്റ്റ് പോയത് നോർത്ത് ഗോവയിലാണ്. നോർത്ത് ഗോവയിൽ എല്ലാ ബീച്ചസിലും പോയി. വാഗ ബീച്ച്, അതുപോലെ അഞ്ജുന ബീച്ച്, അവിടെയൊക്കെ പോയിരുന്നു. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ അത് ആഡ് ചെയ്യുന്നതാണ്.